ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശൈ നമസ്കുർമ കായേന മനസാ ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. അഷ്ടമസ്കന്ധത്തിലെ വാമനാവതാര ചരിത്രമാണ് നമുക്കിനി സ്മരിക്കാനുള്ള കഥാഭാഗം. ഇത്തം വിരിഞ്ചസ്തുതകർമ്മ വീര്യപ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജചക്രപ്പിശങ്കവാസാ വാമനാവതാര കഥാഭാഗത്തെ നമുക്ക് സ്മരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണകുമാരനായിട്ടുള്ള ഒരു ഉണ്ണിയുടെ രൂപമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നെത്തുക. ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരു അതിഗംഭീരമായിട്ടുള്ള കഥയാണ്. ഭഗവാൻ ശംഖചക്ര ഗദാപത്മങ്ങളെ ധരിച്ചുകൊണ്ടാണ് പ്രത്യക്ഷനായി ദ്വാദശി ദിനത്തിൽ ഭഗവാൻ ഇത് അവതരിച്ചു എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. ആ ഭഗവാന്റെ അവതാരവേളയില് ദേവന്മാര്, മനുക്കള്, പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, യക്ഷന്മാര് ഇവരൊക്കെ തന്നെ സന്തോഷം കൊണ്ട് ഇത് ശംഖനാദങ്ങള് ഉയരുന്നു, ദുന്ദുഭികൾ മുഴങ്ങുന്നു. ഈ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഭഗവാൻ തന്റെ രൂപത്തെ വെടിഞ്ഞിത ഒരു കൊച്ചു ബ്രാഹ്മണകുമാരന്റെ വേഷം ധരിച്ചുകൊണ്ട് ബഭൂവതേനൈവ സവാമനോ വടു സംപശ്യതോർ ദിവ്യഗതിർയഥാ നട. ഭഗവാൻ ഈ ലോകത്തിലെ തന്നെ ശരിയായ ഒരു നടനാണ് ഭഗവാൻ. അദ്ദേഹത്തിന് ഇതാ തന്റെ രൂപം മാറാൻ എത്രയാ സമയം വേണ്ടച്ചിട്ടാ. അദ്ദേഹം ഒരു കൊച്ചു ബ്രാഹ്മണകുമാരനായിക്കൊണ്ട്, ഒരു വാമനനായിക്കൊണ്ട് ആവിർഭവിച്ചു. ഭിക്ഷ തേടാൻ മഹാബലിയുടെ അരികിൽ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഭിക്ഷ യാചിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പത്തം ഭാവിക്കേണ്ടി വരും എന്ന് അറിയാം. പക്ഷേ ഇതാ ഭഗവാൻ പരമാത്മാവ് തന്നെ ആയിക്കോട്ടെ, ഭിക്ഷ യാചിക്കണോ, ആ യാചിക്കണമെങ്കിൽ തനിക്കൊരു ചെറുതായേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതാ ഭഗവാൻ അതിസുന്ദരനായിരിക്കുന്ന ഒരു ബ്രാഹ്മണകുമാരനായിക്കൊണ്ട്, ഒരു സുന്ദരകുമാരനായിക്കൊണ്ട് വേഷത്തെ മാറിയത്. തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയ കർമാണി കാരയാമാസോ പുരസ്കൃത്യ പ്രജാപതിം. ഈ ബ്രാഹ്മണകുമാരനെ കണ്ടപ്പോൾ തന്നെ ഋഷികൾക്ക് സന്തോഷമായി. തങ്ങൾക്ക് ചെയ്യേണ്ടതായ ജാതി സംസ്കാരാദി കർമ്മങ്ങൾ അപ്പോൾ തന്നെ ചെയ്യിച്ചു എന്ന് പറയുന്നു. തസ്യോപനീയമാനസ്യ സാവിത്രീം സവിതാബ്രവീയത്. ഒരു ബ്രാഹ്മണകുമാരനാവണമെങ്കിൽ, ദ്വിജത്വം വരണമെങ്കിൽ ഈ ഉപനയന കർമ്മവേളയിൽ സൂര്യഭഗവാൻ തന്നെ ഇതാ നേരിട്ട് ആഗതനായിക്കൊണ്ട് ഗായത്രി മന്ത്രത്തെ ഉപദേശിക്കുന്നു. ബൃഹസ്പതി, സാക്ഷാൽ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി ബ്രഹ്മസൂത്രത്തെ, ആ പൂണുനൂലിനെ ധരിപ്പിച്ചു. ഭൂമിദേവി കൃഷ്ണമൃഗത്തിന്റെ ചർമ്മത്തെ, കൃഷ്ണാജനത്തെ നൽകി. വൃക്ഷങ്ങളുടെ രാജാവായ ചന്ദ്രൻ ഇതാ ദണ്ഡിനെ കൊടുത്തു. അത് കഴിഞ്ഞ് ബ്രാഹ്മണകുമാരനായിട്ട് ഇതാ തയ്യാറായി നിൽക്കുന്നു. മേഖലയൊക്കെ ധരിച്ചുകൊണ്ട്
ദണ്ട് കയ്യിലെടുത്തുകൊണ്ട്, പക്ഷെ ഇപ്പോഴും താനൊരു നഗ്നനായിട്ടിരിക്കുകയാണ്, ഒരു കൊച്ചുകുഞ്ഞായിട്ട്. മാതാവ് കൗപീനവും അത് മറയ്ക്കാനുള്ള വസ്ത്രവും കൊടുത്തു. ഇപ്പൊ ഇതാ ഒരു സജ്ജനായിരിക്കുന്ന സുസജ്ജനായ ഒരു ബ്രാഹ്മണ ബാലനായിട്ട് മാറി. ദ്യൗഛത്രം ജഗതപതയെ. അന്തരിക്ഷാഭിമാനിയായ ദേവത കുട നൽകി. ഒരു കയ്യില് ദണ്ട്, മറുകൈയില് കുട. കമണ്ഡലും വേദഗർഭ. ബ്രഹ്മദേവൻ കമണ്ഡുലിയെ കൊടുത്തു. സപ്തർഷികൾ കുശകൾ നൽകി. സരസ്വതി വന്ന അക്ഷമാലയെ കൊടുത്തു. അക്ഷമാല മഹാരാജ സരസ്വത്യവ്യയാത്മന. അങ്ങനെ ഒരു ബ്രാഹ്മണകുമാരന് എന്തൊക്കെയാണോ വേണ്ടത്, അദ്ദേഹത്തിൻ്റെതായ എല്ലാ അലങ്കാരങ്ങളും പൂർണ്ണമായിരിക്കുന്നു. തസ്മായിത്യുപനീതായ അക്ഷരാൾ പാത്രികാമതാൽ ഭിക്ഷാം ഭഗവതി സാക്ഷാതുമാദാദംബികാ സതി. യക്ഷരാജാവായ കുബേരൻ തന്റെ ഭിക്ഷാപാത്രത്തെ നൽകി. ആരുടെ ഭിക്ഷയാണോ ആദ്യമായിട്ട് ലഭിക്കേണ്ടത് ആ ജഗദംബികയുടെ, പാർവതീദേവിയുടെ കയ്യിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് ഭിക്ഷാന്നവും മേടിച്ചുകൊണ്ട് വാമനൻ അവിടുന്നതായ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സബ്രഹ്മവർച്ചസേനൈവം സഭാം സംഭാവിതോ വടു ബ്രഹ്മർഷിഗണസഞ്ജുഷ്ട അത്യരോചതമാരിഷ. ഏതേത് പ്രകാരത്തിലായാലും ആ ബ്രഹ്മചാരി രൂപത്തിലുള്ളതായ ഭഗവാനിത തയ്യാറായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബ്രഹ്മതേജസ് ഈ 7-14 ലോകങ്ങളിലും ഈ സൂര്യ തേജസ്സിനെ പോലും മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന തേജസ്സോടുകൂടി വാമനമൂർത്തി ബലിചക്രവർത്തി നടത്തുന്നതായ യജ്ഞത്തിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇതാ യാത്രയാവുകയാണ്. ശ്രുത്വ അശ്വമേധൈഃ യജമാനമൂർജിതം ബലിം ഭൃഗൂണാമുപകൽപ്പിതൈസ്തഥാ ജഗാമ തത്രാഖിലസാരസംഭൃതോ ഭാരേണ ഗാം സന്നമയൻ പദേ പദേ. തം നർമ്മദായാസ്തട ഉത്തരേ ബലേ യകൃത്വിജസ്തേ ഭൃഗുകച്ഛ സംജ്ഞകേ പ്രവർത്തയന്തോ ഭൃഗവക്രതോത്തമം വ്യചക്ഷതാരാദുദിതം യഥാ രവിം. നർമ്മദാതീരത്ത് ഭൃഗുകച്ഛം എന്നതായ ക്ഷേത്രം ഇന്നത്തെ ഗുജറാത്തിലെ കച്ച് എന്നൊക്കെ പറയുന്നതായ ഭാഗം, അവിടെ ബലിചക്രവർത്തി അശ്വമേധ യാഗം ചെയ്യുകയാണത്. ആ യാഗശാലയിലേക്കാണിത് വാമനകുമാരന്റെ പുറപ്പാട്. അവിടെ വിശാലമായ മണ്ഡലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഋത്വിക്കുകൾ മന്ത്രോച്ചാരണ സഹിതം ആഹൂതികൾ അങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അനേകം ധാർമ്മിക കർമ്മങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഗവേദി. ദാനം നൽകുന്നുണ്ട്. ആ സമയത്ത് ഇതാ ഒരു കൊച്ചു വാമനനായിക്കൊണ്ട് മന്ദം മന്ദം നടന്നു വന്ന് ഒരു കൈയിലെ കുട, അതുപോലെ മറുകൈയിലെ കമണ്ഡലു, കുശ, പുണുനൂല് ഇതൊക്കെ ധരിച്ചുകൊണ്ട് ആ സമയത്ത് അവിടെ ഇരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും തോന്നുകയാണ്, ഇത് ആരാണ് ഈ വരുന്നത് തങ്ങളുടെ യാഗശാലയിലേക്ക്. ഇതുവരെ ഇത്രയും തേജസ്സുള്ളൊരു ബാലകനെ അവരാരും കണ്ടിട്ടെന്നില്ല. സൂര്യക്കിലായാത്യുതവാ വിഭാവസുസനൽ കുമാരോധാതിദൃക്ഷയാ ക്രതോ. ഇത്തം സ ശിഷ്യേഷു ഭൃഗുഷു അനേകഥാ വിതർക്യമാണോ ഭഗവാൻ സ വാമന ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ ബിഭ്രതയമേധവാടം. ദൂരെ നിന്ന് നോക്കുമ്പോ ഒരു തേജപുച്ഛം അടുത്തടുത്ത് വരികയാണോ ഇതാ. അവിടെ സന്നിഹിതരായിരിക്കുന്ന ബ്രാഹ്മണരും ഋത്വിക്കുകളും പൂജാരികളും അങ്ങനെ ഓരോരുത്തരും ശങ്കിച്ചു നിൽക്കെ, ഇനിയല്ല ഈ യജ്ഞം കാണാനായി സാക്ഷാൽ സൂര്യഭഗവാൻ തന്നെ ഇറങ്ങി വരികയാണോ? ഇനിയല്ല അഗ്നി ഭഗവാൻ ഇറങ്ങി വരികയാണോ? ഇനിയല്ല സനൽകുമാരന്മാര് ഇറങ്ങി വരികയാണോ? ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സംശയങ്ങൾ. അത്രയും തേജസ് കൊണ്ട് ശുക്രാചാര്യരും ശിഷ്യന്മാരും അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു. ആ തർക്കങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ദണ്ടും കുടയും കമണ്ഡലവും ഏന്തിക്കൊണ്ട് ഭഗവാൻ ഇതാ അവിടെ പ്രവേശിച്ചു. ആ യാഗശാലയിലേക്ക് വാമനമൂർത്തി പ്രവേശിച്ചതായ രംഗങ്ങൾ. മൗഞ്ച്യാ മേഖലയാ വീതം ഉപവീതം ഉപവീതാജിനോത്തരം. അജിനോത്തരം എന്ന് പറയും. ജഡിലം വാമനം വിപ്രം മായാമാണവകം ഹരിം. ഈ അജിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണ മൃഗത്തിന്റെ കൃഷ്ണാജിനം, അതാണ് പറയാ.
ഈ മുഞ്ചയുടെ കയറ് അരയിൽ കെട്ടിയും അതുപോലെ കൃഷ്ണമൃഗത്തിന്റെ ചർമ്മത്തെ ഉത്തരീയമാക്കിക്കൊണ്ടും ജടാധാരിയായിട്ടും ഒരു ബ്രഹ്മചാരി ബ്രാഹ്മണനായിരിക്കുന്നതായ ശ്രീഹരീത ആ യജ്ഞവേദിയിലേക്ക് പ്രവേശിക്കുന്നു. മായാമാടവകം ഹരിം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ മായ കാരണം നമുക്ക് ബ്രഹ്മചാരി ആയിരിക്കുകയാണെന്ന് തോന്നുകയാണ്. വാസ്തവത്തിൽ ബ്രഹ്മചാരിയല്ല. അതാണ് മായാമാണവകം. ചെറിയതുമല്ല, വിശ്വവ്യാപിയായ പരമാത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തന്നെ ഒരു ചെറിയതായൊരു രൂപം ധരിച്ചുകൊണ്ട് ഭിക്ഷ തേടി വന്നിരിക്കുകയാണ് ഇവിടെ. ഒരു കൊച്ചു കുഞ്ഞായിക്കൊണ്ട് പ്രവിഷ്ടം വീക്ഷ്യ ഭൃഗപസ്സ ശിഷ്യാസ്തേ സഹാഗ്നിഭി പ്രത്യഗൃഹൻ സമുദ്ധായ സംക്ഷിപ്താസ്തസ്യ തേജസ. ഭഗവാന്റെ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികമായ തേജസ്സാണ് ഭഗവാന്റെ. അതിനാൽ തന്നെ ഋഷികളും ശിഷ്യരും എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അനായാസമായിട്ട് ആ ഭഗവാന്റെ തേജസ് കൊണ്ട് അവർക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. എഴുന്നള്ളിയാലും എന്ന് അങ്ങ് ഇതാ വരൂ, കടന്നു വരൂ എന്ന് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആ വാമനമൂർത്തിയെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഋഷീശ്വരന്മാരും അവരുടെ ശിഷ്യന്മാരും ഒക്കെ തന്നെ ഇതാ ഭഗവാനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങള്. ഇതാരാണ് വന്നിരിക്കുന്നത് എന്ന് അവർക്കിപ്പോഴും മനസ്സിലായി തന്നില്ല. ഭഗവാന്റെ തേജസ് അപ്രകാരമുള്ളൊരു തേജസ്സായിരുന്നു ഭഗവാന്. മഹാബലി അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ നേരെ നിർനിമേഷനായി ഇതാ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. പിന്നെ അവനവനെ തന്നെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവനവന്റെ വാക്കുകളെ ഉള്ളിന്ന് വലിച്ചെടുത്തുകൊണ്ടതാ ഭഗവാനെ സ്വാഗതം ചെയ്യുന്ന രംഗങ്ങള്, അത് ചെയ്യുന്ന അർഘ്യവാദ്യാദികൾ കൊടുക്കുന്നതായ രംഗങ്ങള്, അങ്ങനെ ആ അർഘ്യങ്ങൾ കൊടുത്തത് ഭഗവാനെ പൂജിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക. തൽപാദചൗചം ജനകൽമഷാപഹം സധർമ്മവിൽ മൂർദ്ദിനദധാൽ സുമംഗളം യദ്ദേവദേവോ ഗിരിശ ചന്ദ്രമൗലി ദധാര മൂർധാപരയാച ഭക്തിയാ. ഭഗവാന്റെ ആ കാല് കഴുകിയതായ ആ ജലം ഒരു തീർത്ഥമെന്നോണം തന്റെ ശിരസിലേക്ക് ഇതാ മഹാബലി തന്റെ ശിരസിലേക്ക് തളിക്കുന്നു. ആ സമയത്തും ഇദ്ദേഹം ആരാണെന്ന് ബലിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. വീണ്ടും ബലി തന്നെ പറയുന്ന രംഗങ്ങൾ നമുക്ക് ഭാഗവത്തിൽ കാണാം. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപസ്സാക്ഷൻ മന്യേതു ആര്യ ബഹുർധരം. ആ പറയുന്ന വാക്കുകളിലൂടെ ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് ബലിക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങ് ബ്രഹ്മർഷിമാരിൽ ശ്രേഷ്ഠനായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങേക്ക് എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത് കൽപ്പിച്ചാലും ഈ ബലി കൊടുക്കുന്ന ദാനങ്ങളിലൂടെയാണ് ബലി മഹാബലിയായി തീർന്നത്. ആ ബലിക്ക് എത്ര തന്നെ ദാനം ചെയ്താലും തീരാത്തതായ ആഗ്രഹമാണ് വീണ്ടും ദാനം ചെയ്യണമെന്ന്. അപ്പോ ഇന്ന് നമ്മുടെ യജ്ഞം ഇതാ വിജയകരമായിട്ട് അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ നമ്മുടെ സത്രവേദിയിലേക്ക്, നമ്മുടെ യജ്ഞവേദിയിലേക്ക് ആഗതമാകുന്നത് തന്നെ നമ്മുടെ ഈ പറഞ്ഞ പരിപാടികൾ ഒക്കെ തന്നെ ഇതാ വിജയകരമായി തീർന്നിരിക്കുന്നു. അങ്ങെന്തായാലും ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു അതിഥിയായിട്ടാണ്. പിന്നീട് യദ്യത് വടോ വാഞ്ചസി തൽ പ്രതീച്ഛ മേ. അപ്പോ അല്ലയോ ബ്രഹ്മചാരിയായ ബ്രാഹ്മണകുമാര, അങ്ങ് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടൂ, ഞാൻ നൽകാൻ തയ്യാറാണ്. ത്വാമർത്ഥിനം വിപ്രസുതാനുതർക്കയേ. നാം അങ്ങയെ അർത്ഥിക്കുന്നു, ഊഹിക്കുന്നു. പശുവിനെ വേണമോ നാം തരാനൊരുക്കമാണ്. ഭൂമി വേണോ തരാം, സ്വർണം വേണോ തരാം, എല്ലാം നിറഞ്ഞ വീട് വേണോ അതും തരാം. ഇനി എല്ലാം വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു കന്യകയാണോ അങ്ങേക്ക് ആവശ്യം, അതാണെങ്കിൽ അതും തരാം. അപ്പോ വീണ്ടും വീണ്ടും അതിന്റെ കൂടെ മഹാബലി സംസാരിക്കുന്നുണ്ട്. ഞാൻ തരാം, നാം തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു അഹങ്കാരം,
അവനവൻ ഞാനാണത് മുഴുവൻ കൊടുക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാരം ബലിയുടെ ഉള്ളില് തികട്ടി വരുന്നുണ്ട്. അത് ഭഗവാൻ കാണുന്നുണ്ട്. ആ ഭക്തന്റെ ഈ ഉള്ളിലെ അഹങ്കാരത്തെ പോക്കാനായിക്കൊണ്ട് ഭഗവാൻ ഇതൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ആനയെ വേണോ, കുതിരയെ ആവശ്യമുണ്ടോ, രഥം വേണോ, എല്ലാം തരാൻ നാം ഇതാ ഒരുക്കമാണെന്ന് ബലിയുടെ വാഗ്ദത്തം. അപ്പോ ഏതു തരത്തിലാണ് നമ്മൾ സംഭാഷണങ്ങൾ ചെയ്യേണ്ടത്? ഒരാളെ നമ്മുടെ മുന്നിലേക്ക് അതിഥിയായിട്ടായാലും ഏതു തരത്തിലായാലും നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങേണ്ടത്, ഈ സംഭാഷണമൊക്കെ എങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ നമ്മൾ ഭഗവാൻ തന്നെയാണ് പഠിക്കേണ്ടത്. മഹാബലി പറഞ്ഞത് മുഴുവനായിട്ടും ഭഗവാൻ കേട്ടു. അപ്പോഴൊക്കെ തന്നെ ഭഗവാൻ ഒരു വിരക്തിയോട് കൂടിയിട്ടാണ് ഇതിനോടൊക്കെ പ്രതികരിച്ചത്. തരാൻ തയ്യാറാകുന്ന ദാതാവിനെ ഏത് രീതിയിലൊക്കെ പ്രശംസിക്കണമെന്ന് കൂടി ഇതാ ഭഗവാൻ തന്നെ വിശദീകരിക്കുന്നു. ദാനം എങ്ങനെ സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് ഭഗവാൻ പറയാണോ എന്ന് നമുക്ക് തോന്നും. കൊടുക്കുന്ന ആള് ആ ഔദ്ധത്യം വല്ലാണ്ടങ്ങ് കാണിക്കാനും പാടില്ല. ഇവിടെ അല്പം എളിമ കാണിക്കൂ എന്ന് ഭഗവാൻ പറയാതെ പറയുകയാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഭഗവാന്റെ ഭാവപ്രകടനങ്ങള്. പിന്നീട് ഇതാ ഭഗവാൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് പറഞ്ഞതെല്ലാം അങ്ങയുടെ വംശത്തിന് ഭൂഷണം തന്നെയാണ്. എന്തായാലും അങ്ങ് പ്രഹ്ലാദന്റെ കുലത്തിൽപ്പെട്ടവനാണ്. ആ പ്രഹ്ലാദന്റെ കുലത്തിൽപ്പെട്ടവരിൽ പിശുക്കന്മാരെന്തായാലും ആരും ഉണ്ടായിട്ടില്ല. എല്ലാവരും ദാനവീരന്മാര് തന്നെ ആയിരുന്നു. ഹേതസ്മിൻ കുലേ കശ്ചിൽ നിസ്സത്വകൃപണ പുമാൻ എന്ന് ഭഗവാൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ആ പ്രഹ്ലാദ വംശജന്മാരില് ആരും തന്നെ കൃപണന്മാരുണ്ടായിട്ടില്ല എന്ന്, പിശുക്കന്മാരുണ്ടായിട്ടില്ല എന്ന്. അപ്പോ ഏതോ ഒരു ബ്രാഹ്മണൻ നിന്റെ ഗൃഹത്തിൽ വന്ന് എന്തോ യാചിക്കാൻ വന്നു, അവനൊന്നും ലഭിച്ചില്ല. അങ്ങനൊരു സംഭവം നിന്റെ കുലത്തിലും ഒരിക്കലും ഇതുവരെ തന്നെ ഉണ്ടായിട്ടെന്നെ ഇല്ല. ഭക്തോത്തമനായിരിക്കുന്ന പ്രഹ്ലാദൻ, അത് അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ കുലത്തിലാണ് ആ ഭക്തോത്തമനായിരിക്കുന്ന പ്രഹ്ലാദൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കീർത്തി 4 ദിക്കിലും ആകാശത്തിലും ഭൂമിയിലും സർവത്ര വ്യാപിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ യം വിനിർജിത്യ കൃച്ഛ്രേണ വിഷ്ണുക്ഷ്മോദ്ധാര ആഗതം ന ആത്മാനം ജൈനം മേനെ ത്വദ്വീര്യം ഭൂരി അനുസ്മരൻ. ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു, ഭൂമിയെ വീണ്ടെടുത്തു. എന്നിട്ടും ആ വിജയം തന്റെ വിജയമായിട്ട് ഭഗവാൻ അദ്ദേഹം കരുതുന്നില്ല. കാരണം ഹിരണ്യാക്ഷവധത്തിന് ശേഷവും അതുപോലെ അവന്റെ ബലപരാക്രമങ്ങള് ഭഗവാന്റെ ഓർമ്മയിൽ പലപ്പോഴും ഓടിയെത്തുന്നുണ്ട്. താനാണ് വാസ്തവത്തിൽ അവനെ വധിച്ചതെന്ന് ഭഗവാന് വിശ്വസിക്കാൻ തന്നെ കഴിയായിരുന്നില്ല. ഇങ്ങനെ വാമന ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങള് എങ്ങനെയാണ് ഓരോരുത്തരോട് സംസാരിക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാനായിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കേണ്ടതെന്ന് പോലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന രംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങനെ തന്റെ സഹോദരന്റെ മരണവാർത്ത കേട്ട ഹിരണ്യകശിപു ഭഗവാനെ വധിക്കാനായിട്ട് വൈകുണ്ഠം വരെ ഓടിയെത്തി. വിഷ്ണു ഭഗവാൻ പേടിച്ചു വിറച്ച പോലെ. അപ്പൊ അതിന്റെ ഭഗവാൻ ഒരു ശ്വാസവായു പോലെ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവന്റെ അകത്തിരിക്കാം, ഞാനെന്തായാലും ഇവന്റെ അകത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹിരണ്യകശിപുവിന്റെ അകത്ത് കയറിയിരുന്നു. ആ ഒരു അതിശയോക്തി പോലെ ഭഗവാൻ മഹാബലിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രംഗം നോക്കൂ, ആ ഭഗവാന്റെ കൗശലം നോക്കൂ. പിന്നെ പറഞ്ഞു, മഹാരാജാവേ, എന്തു നൽകാൻ അങ്ങയ്ക്ക് കൽപ്പുണ്ട്, പക്ഷെ എനിക്ക് കൂടുതലൊന്നും വേണ്ട. തസ്മൽ ത്വത്തോ മഹീമീശൽ വൃണേഹം വരദർഷഭാൽ പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ. ഇവിടെയും ഭഗവാൻ തന്റെ വിരക്തി, തനിക്ക് അത്യധികമായ ആഗ്രഹമൊന്നുമില്ല. ആ വിരക്തി പ്രകടമാക്കിക്കൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ്, എനിക്ക് 3 അടി മണ്ണ് വേണം, 3 അടി ഭൂമി വേണം, അത്രമാത്രം മതി. അന്യത്തെ കാമയേ രാജൻ.
എന്നാ അന്യത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും വേണ്ടാന്ന്. അവനിക്ക് കൂടുതലൊന്നും വേണ്ട. ഇത് കേട്ടപ്പോൾ മഹാബലി പറഞ്ഞു, ഇത്രയും നീണ്ട പ്രശംസയൊക്കെ ചൊരിഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതി വലുതായ എന്തെങ്കിലും ചോദിക്കുന്നൊക്കെയല്ലേ ഞാൻ വിചാരിച്ചത്. അപ്പോ ഇത് മുഴുവൻ എന്റെ സർവസ്വവും അങ്ങ് കൊണ്ടുപോകുന്നുള്ള നിലയിൽ ഞാനിപ്പോ ഇരിക്കുകയായിരുന്നു. പക്ഷേ 3 അടി മണ്ണ് അധികമൊന്നും വേണ്ടാന്ന് പറയേ, കഷ്ടം. അഹോ ബ്രാഹ്മണതായാത വാചസ്തേ വൃദ്ധസമ്മത ത്വം ബാലോ ബാലിശമതിഹി സ്വാർത്ഥം പ്രത്യബുധോ യഥാ. നീ പറയുന്നതൊക്കെ ശരിയെന്നേ, പക്ഷെ നീ ബാലനല്ല, ഒരു ബാലിശ ബുദ്ധിയോടുകൂടിയായിരിക്കുന്ന ഒരുത്തനാ. നീ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നോട്? നീ ആരോടാണ് ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് വല്ലതും അറിയാമോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു കോടീശ്വരന്റെ അടുത്താണ് നീ ഇപ്പോ ഞാനൊരു ദാനവ വീരനായിരിക്കുന്ന ഒരാളാ. ഒരു കോടീശ്വരന്റെ അടുത്ത്, ഒരു ദാനവീരനായിരിക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് 10 ഉറുപ്പ്യ തരുമെന്ന് ചോദിക്കുന്നത് പോലെയാണല്ലോ നീ ചോദിക്കുന്നത്. അപ്പോ അയാളെ മുക്തകണ്ഠമായിട്ട് നീ പുകഴ്ത്തി പറഞ്ഞു. എന്നിട്ടും 5 രൂപ തരാമോ അല്ലെങ്കിൽ 10 രൂപ തരാമോ എന്ന് ചോദിക്കാനോ? ഇങ്ങനെ ചോദിച്ച് മഹാബലി വാമനമൂർത്തിയെ, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്താണ് നിന്റെ സംശയം? നിനക്ക് എന്താണ് സംശയമുണ്ടെങ്കിലും ഞാനത് തീർത്തു തരാം, അത് കഴിഞ്ഞ് ചോദിക്കൂ. ഇത് ബലിയുടെ ഒരു അഭിമാനമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ന പുമാൻമാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹതി തസ്മാൽ വൃത്തികരിം ഭൂമിം പടോ കാമം പ്രതീക്ഷമേ. അപ്പോ ഞാന് ചക്രവർത്തിയായിട്ടിരിക്കുന്ന ഒരാളാ. എന്റെ അടുത്ത് വന്ന് ദാനം വാങ്ങിയ ഒരാൾ വേറൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ചോദിക്കൂ. ഒരിക്കൽ എന്റെ അരികിൽ യാചിക്കാൻ വന്നവന് രണ്ടാമത് മറ്റാരോടെങ്കിലും യാചിക്കേണ്ട ആവശ്യമുണ്ടവൻ പാടില്ല. ഇതെന്റെ നിയമമാണ്. ഇങ്ങനെ 3 അടി മണ്ണ് മാത്രമേ നീ സ്വീകരിക്കുള്ളൂവെങ്കിൽ എന്തായാലും എനിക്ക് നാളെ മറ്റൊരാളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ചോദിക്കൂ. ഇങ്ങനെ ഭഗവാനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, ജീവിക്കാൻ ആവശ്യമായ എന്തു വേണമെങ്കിലും എന്നിൽ നിന്നും സ്വീകരിച്ചോളൂ. ഇതൊക്കെ കേട്ടപ്പോ വാമനമൂർത്തി പറയാണ്, മനുഷ്യന്മാരെ സന്തുഷ്ടരാക്കാൻ പറ്റുമോ മഹാരാജാവേ? ഈ ഭൂമിയിലിരിക്കുന്ന മനുഷ്യന്മാരെ സന്തുഷ്ടനാക്കാൻ ഒരു വിഷയത്തിനും സാധ്യല്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകലും എന്ന് പൂന്താനം പാടിയതുപോലെ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1000 കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. 1000 ഉള്ള ലക്ഷാധിപതിയായി തീരാൻ ആഗ്രഹിക്കുന്നത്, ലക്ഷാധിപതി കോടീശ്വരനാവാൻ ആഗ്രഹിക്കും. ഇങ്ങനെ ലക്ഷവും കോടിയും സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ലക്ഷ്മീപതിയായി തീരാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൈസ കിട്ടാൻ വേണ്ടി നമ്മളെന്താ ഒരു രാഷ്ട്രീയക്കാരായി കഴിഞ്ഞാൽ വലിയ നേട്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആഗ്രഹിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ ലോകസഭ ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ മന്ത്രി ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാവാനും. ഇങ്ങനെ മനുഷ്യന്മാരുടെ ആഗ്രഹമൊന്നും തീരുമൊന്നുമില്ല. വാമന ഭഗവാൻ എന്തായാലും പറയാണ്, എനിക്കധികം വസ്തുക്കളിലൊന്നും താല്പര്യമില്ല മഹാരാജാവേ. അതൊന്നും എനിക്ക് ഒരു കൊതിയില്ല. 3 അടി മണ്ണിൽ കൂടുതലൊന്നും എനിക്ക് ഒട്ടും തന്നെ എനിക്ക് വേണ്ട, ഉറപ്പിച്ചു. ഇതുകൊണ്ട് എനിക്ക് തൃപ്തിയാണ്. ഏതാവതൈവ സിദ്ധോഹം, ഇതുകൊണ്ട് എനിക്ക് തൃപ്തിയാണ്. ഞാനിതിൽ സംതൃപ്തിയുള്ളവനാണ്. എന്തായാലും വിത്തം വ്യാവൽ പ്രയോജനം. ഏതാവതേവ സിദ്ധോഹം വിത്തം വ്യാവൽ പ്രയോജനം. എന്റെ ആവശ്യം നിർവഹിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വസ്തു കൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് കൂടുതലൊന്നും എനിക്ക് ആവശ്യം വേണ്ടെന്ന് പറഞ്ഞു. ഇത്യുക്ത സഹസന്നാഹ വാഞ്ചാത പ്രതിഗൃഹ്യതാം. ഇത് കേട്ടപ്പോ മഹാബലിക്ക് ചിരി വന്നു. ഞാൻ ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ടും ഈ ബോളന് മനസ്സിലായില്ലല്ലോ എന്നുള്ള രീതിയിൽ മഹാബലി ചിരിക്കുകയാണ്. ഇത് മാത്രമേ വേണ്ടതുള്ളൂ, എങ്കിൽ ശരി, ഇതാ തന്നേക്കാം എന്നുള്ള രീതിയിൽ വാമനായ മഹീന്ദാതും ജഗ്രാഹ ജലഭാജനം. ക്രിയാംഗമായിട്ട് ഭൂമി ദാനം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് മഹാബലി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സങ്കല്പം നിർവഹിക്കാനായിക്കൊണ്ട് ജലപാത്രം കയ്യിലെടുത്തു.
ആ അതിഥിയെ വിഷ്ണു ഭഗവാനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടതെന്നൊക്കെ മഹാബലിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ മുന്നിൽ നമ്മൾ എന്തു കൊടുക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും മികച്ചത് വേണം ദാനം ചെയ്യാൻ. ആ ദാനം ചെയ്യുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനാണെന്ന് കരുതിക്കൊണ്ട് വേണം നമ്മൾ ഓരോരോ ദാനങ്ങളും ചെയ്യാൻ. ഇതൊക്കെ മഹാബലിക്ക് നല്ല നിശ്ചയുണ്ട്. അങ്ങനെ ഇത് ആ വിഷ്ണു ഭഗവാനാണെന്ന് സങ്കല്പിക്കണം. അതിനുശേഷം വേണം എന്തെങ്കിലും ദാനം നൽകാൻ. ഇവിടെ ഒരു ഭാവനയുടെ ആവശ്യം തന്നെ മഹാബലിക്ക് വന്നിട്ടില്ല. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ നേരെ മുമ്പിൽ വന്ന് ദാനം സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോ ആ ദാനകർമ്മം നിർവഹിക്കാനായിട്ട് ഒരുങ്ങി നിന്ന മഹാബലിയെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഗുരുവായിരിക്കുന്ന ശുക്രാചാര്യന് തോന്നി, ഈ രാജാവ് എന്തായാലും ഏതോ ഒരു കുഴപ്പത്തിൽ ചാടാൻ പോവാണല്ലോ. ഇത് ഈ ബ്രാഹ്മണകുമാരൻ കേവലം ഒരു ബ്രാഹ്മണകുമാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവനൊരു വക്രഗതിക്കാരനാണ്, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യം മുഴുവൻ ഇവൻ പിടിച്ചടക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇവൻ രാജ്യം അപഹരിച്ചാൽ ഇവന്റെ എന്റെ ഗതി എന്താവും? അതിനാൽ എന്തായാലും ഇദ്ദേഹത്തിന്റെ സങ്കല്പവും കൊടുക്കലും ദാനം കൊടുക്കലൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓടിച്ചാടി വന്നു. അപ്പോ ശുക്രാചാര്യന് ഭഗവാനെ മനസ്സിലാവായികയല്ല. ഇത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഒരു കുഞ്ഞായി കാണപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് ഇതാ വിരാൾ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഇതാ വഞ്ചന ഇവൻ ചെയ്യും. മഹാരാജാവെ, അങ്ങ് കൊടുക്കരുത്, 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 വീണ്ടും വീണ്ടും താക്കീത് ചെയ്തു. തന്റെ ശിഷ്യനാണ്, ശിഷ്യനെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുപോകണമെന്നൊരു ഗുരുനാഥൻ അറിയാലോ. അങ്ങനെ ശുക്രാചാര്യര് അദ്ദേഹത്തെ ശാസിക്കുകയാണ്. ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ കശ്യപാതതിർജാതോ ദേവാനാം കാര്യസാധക. ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടി കശ്യപാതിഥിമാരിൽ ജനിച്ചതായ വിഷ്ണുവാണ് എന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നിത് മഹാബലിക്ക് കാട്ടിക്കൊടുക്കുന്നു ശുക്രാചാര്യര്. ഇത് കശ്യപനിൽ നിന്നും അതിഥിയിൽ നിന്നും അവതരിച്ച ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി വന്നവനാണ്, ഇവനെ വിശ്വസിക്കരുത്. അല്പം ചിന്തിച്ചു നോക്കും മഹാരാജാവേ, 3 അടി മണ്ണുകൊണ്ട് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഇവൻ അങ്ങയെക്കൊണ്ട് 3 അടി വാങ്ങിക്കൊണ്ട് ഈ 3 ലോകത്തെയും, അങ്ങയുടെ കയ്യിലുള്ള 3 ലോകത്തെയും ഇവൻ അളന്നെടുക്കും. അപ്പോ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ച് തന്നെ 3 അടി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ വൻ ചതിയുണ്ട്, അതുകൊണ്ട് കൊടുക്കരുത്. അതിന്റെ മറവിൽ നിന്നുകൊണ്ട് നിന്റെ സർവ ഐശ്വര്യങ്ങളെയും ഇവൻ അപഹരിക്കും. നീ മന്ത്രം കൊണ്ട് അങ്ങനെ സങ്കല്പിക്കുമ്പോൾ തന്നെ മുഴുവനായിട്ടും അവന്റേതായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് മഹാബലിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല അടവുകളും ശുക്രാചാര്യ നോക്കുന്നുണ്ട്. ക്രമദോഗാം പദൈകേന ദ്വിതീയേന ദിവം വിഭോ ഖം ചകായേന മഹതാതാർത്തീയസ്യ കുതോ ഗതിഹി. നിന്റെ ഗതി നാളെ എന്താവും? കുതോ ഗതിഹി. അപ്പൊ അദ്ദേഹത്തിന്റെ 3 അടികൾ കൊണ്ട് എത്രയോ ബൃഹത്തായിരിക്കും. ആ വലിയ ബൃഹത്തായ കാലുകളെ കൊണ്ട് വലിയ വിരാട് സ്വരൂപം സ്വീകരിച്ചുകൊണ്ട്, അപ്പൊ അതിനാൽ 1 അടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് സ്വർഗവും വ്യാപ്തമായിട്ട് തീരും. ആ വലിയ ബൃഹതാകാരം കൊണ്ട്, ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപം കൊണ്ട് 3ാമത്തെ കാലടി എവിടെ വയ്ക്കുമെന്ന് ചോദിക്കുമ്പോ നിനക്ക് താമസിക്കാൻ ഒരു സ്ഥലം പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. പക്ഷെ ദാനം ചെയ്യണം. അത് സ്വന്തം കിടപ്പാടം വിൽക്കുന്ന തരത്തിലല്ല ദാനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുക്രനീതിയൊക്കെ പിന്നീട് ഉപദേശിക്കുന്ന രംഗങ്ങള്. ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ട, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും അല്ലാന്നും പറയാം. എന്തായാലും ഇത് ശുക്രനീതി എന്നാണ് ഇതിനെ പറയാ. എങ്കിൽ കൂടിയും 5 തരത്തിൽ നമ്മുടെ വിത്തത്തെ, നമ്മുടെ കയ്യിലുള്ള ധനത്തെ 5ആയിട്ട് വിഭജിച്ചുകൊണ്ട് ധർമ്മത്തിന് വേണ്ടിയും അവനവന്റെ യശസ്സിന് വേണ്ടിയും അതുപോലെ അർത്ഥം വീണ്ടും അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയും അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും സ്വജനങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെ 5 തരത്തിൽ വിഭജിച്ച് ധനത്തെ ഉപയോഗിക്കണം എന്നാണ് ശുക്രനീതിയിൽ പറയുക. ഇങ്ങനെ കിടപ്പാടം പോലും ഇല്ലാത്ത രീതിയിൽ ദാനം ചെയ്യുന്നത് യഥാർത്ഥമായ ദാനമല്ല എന്ന് ശുക്രാചാര്യരിത മഹാബലിക്കായിക്കൊണ്ട് ഉപദേശിക്കുന്ന രംഗങ്ങള്.
നദാനം പ്രശംസന്തി ഏന വൃത്തിർ വിപദ്യതേ. അവനവന്റെ നിത്യവൃത്തി തന്നെ നഷ്ടമാവുന്ന ഒരു വരുമാനമാർഗം അടഞ്ഞു പോകുന്ന, അതിന് നിദാനമാകുന്ന ദാനം ശ്രേഷ്ഠമാണെന്ന് ആരും പറയുന്നില്ല മഹാരാജാവേ. അതുകൊണ്ട് അങ്ങ് തരില്ല എന്ന് പറഞ്ഞോളൂ. ചിലപ്പോഴൊക്കെ അസത്യം പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ശുക്രന്റെ ചില നീതിബോധങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. ആ നീതിബോധത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ നീതി പറയുന്നു. അങ്ങനെ ചില സമയത്തൊക്കെ കളവ് പറയാം. അതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞോളൂ. തരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തരില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴാണ് നമുക്ക് ഈ വാമനാവതാര ചരിത്രത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് എന്നും യശസ്സോടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഭാഗത്താണ്. മഹാബലിയുടെ ഒരു സത്യസന്ധത നമുക്ക് കാണാൻ പറ്റും. ഗുരുവിന്റെ വാക്യം ഗുരുത്വത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കണം. അത് ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടേണ്ടത് തന്നെയാണ്. എന്നാലും ഇവിടെ എന്തായാലും മഹാബലി ഗുരുവിന്റെ വാക്യത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. അത് ധർമ്മയുക്തമല്ല. ഇനി ഗുരുനാഥൻ തന്നെയാണ് പറയുന്നത് എങ്കിൽ കൂടിയും അത് ധർമാനുസാരി അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയണമെന്നതാ നമുക്ക് പറഞ്ഞു തരുന്നു. ആ ധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് നീ ജീവിതത്തിൽ വേറൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ആ ധർമ്മോപദേശം കൊണ്ട് ഗുരുവായിത്തീരണം. ഈ പറയുന്ന ഗുരു അധർമ്മത്തെയാണ് ഉപദേശിക്കണമെങ്കിലോ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നു. സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേധിനാം. നമ്മൾ ഓരോരുത്തരും ഗൃഹമേധികളാണ്. ആ ഗൃഹമേധികളായ നമ്മൾ ഓരോരുത്തരും ഈ ജീവിത വ്യാപാരങ്ങളുടെ എല്ലാം അന്ത്യം കുറിക്കുന്ന ഇത്തരത്തിലുള്ള ധ്യാനം ഗൃഹസ്ഥന്മാർക്ക് പറ്റിയതല്ല. അങ്ങ് ഉപദേശിച്ച ഈ ധർമ്മം ശരി തന്നെയാണ്. പക്ഷേ അസത്യം എന്ന് പറഞ്ഞാൽ കളവ് പറയുക, പറഞ്ഞ വാക്കിൽ നിന്ന് പിന്തിരിയുക, ഇതെന്ന് പറഞ്ഞാൽ കടുത്ത പാപം. ഇതിൽ പരം പാപം വേറെ ഇല്ല. എനിക്ക് 3 അടി മണ്ണ് വേണം, പിന്നെ ഇവൻ വലുതാവും, വിരാട് രൂപം കൈക്കൊള്ളുന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ യജ്ഞവേളയില് ഞാൻ നടത്തുന്ന ഈ യജ്ഞവേളയില് എന്റെ യജ്ഞശാലയിലേക്ക് തേജസ്വിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണ ബാലൻ വന്നു ചേർന്നിരിക്കുന്നു. ഒരു വസ്തു ആവശ്യപ്പെട്ടു. അതും വളരെ തുച്ഛമായ ഒരു വസ്തുവാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. ഇതാണ് സത്യം. അപ്പോ അവൻ വലുതായിട്ട് എന്നോട് വഞ്ചന കാണിക്കും എന്ന് നമ്മള് അതെന്തിനാ അങ്ങനൊരു വിചാരം എന്തിനാണ് ഞാൻ നടത്തുന്നത്? വലുതായിട്ട് എന്നോട് അദ്ദേഹം രൂപം വലുതാക്കിയിട്ട് അദ്ദേഹം എന്നോട് വഞ്ചന എന്നോട് പ്രവർത്തിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ്? അങ്ങനെ എന്തിനാ ഞാൻ സങ്കല്പിക്കണം? അപ്പോൾ എന്താ വേണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചതിനനുസരിച്ചിട്ടാണ് ആ ബാലൻ എന്നോട് 3 അടി മണ്ണ് യാചിച്ചത്. ഈ വാക്ക് ഞാൻ എന്തായാലും അദ്ദേഹത്തിന് കൊടുത്തു. ആ വാക്കിന് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത് നമ്മുടെ നാവിലാണ് സരസ്വതി ഇരിക്കുന്നത്. ആ സരസ്വതിയെ നമ്മൾ നിന്ദിക്കുന്നതിന് തുല്യമായിട്ട് വരും നമ്മുടെ വാക്ക് നിഷേധത്തിലൂടെ. അപ്പോ ഇങ്ങനെ ആ വാക്ക് തെറ്റിക്കുകയാണെങ്കിൽ അത് അവനവനോട് തന്നെ ഉള്ള വഞ്ചനയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ആവശ്യപ്പെട്ടോളൂ, നിനക്ക് വേണ്ടത് ആവശ്യപ്പെട്ടോളൂ എന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മഹാബലീത വാമനമൂർത്തിക്കായിക്കൊണ്ട് ദാനം ചെയ്യാൻ ഒരുപ്പെടുന്ന രംഗങ്ങള്. അപ്പൊ അങ്ങനെ വാഗ്ദത്തം ചെയ്തതിന് ശേഷം അത് സ്വീകരിക്കാൻ വരുമ്പോൾ തരില്ല എന്ന് ഞാൻ പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു സത്യസന്ധത ഇല്ലാത്തവനായിട്ട് തീരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ന ഹ്യസത്യാത് പരോധർമ്മ ഇതി ഹോവാചഭൂരിയം സർവം സോഢുബലം മന്യേ ഹൃദയലീകപരം നരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അസത്യത്തെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നരകത്തിൽ പോകാൻ പോലും ഭയമില്ല. അതുപോലെ മറ്റൊരു വസ്തുവിന് എനിക്ക് ഭയമില്ല. പക്ഷേ ഒരു ബ്രാഹ്മണന് കൊടുത്ത വാക്ക് അത് പാലിക്കാതിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ആ മഹാപാപത്തെ എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ കൊടുക്കാൻ ഒരുമ്പിടുന്ന രംഗങ്ങള്. ഞാൻ എന്തായാലും ഗുരുനാഥ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്.
വേറൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇനിയല്ല അങ്ങ് പറഞ്ഞ പോലെ ഇത് വിഷ്ണു ഭഗവാൻ തന്നെ രൂപം മാറി ഒരു ബ്രാഹ്മണ ബാലനായി വന്നിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്ത് കാര്യമാണ് ഗുരുനാഥ എനിക്ക് എന്റെ ജീവിതത്തിൽ സാധിക്കാനുള്ളത്? അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ യജ്ഞം യജ്ഞോ യജ്ഞപതി യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞീ യജ്ഞഭുഗ് യജ്ഞസാധന, ഇത് മുഴുവൻ വിഷ്ണുവാണെന്ന് നമ്മൾ എന്നും ചൊല്ലി ചൊല്ലി പഠിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളായിട്ട് നമ്മൾ കീർത്തിക്കുന്ന യജ്ഞഭുക്കായിരിക്കുന്ന ആ യജ്ഞത്തിന്റെ സമ്പൂർണമായിരിക്കുന്ന ആ യജ്ഞത്തിന്റെ നാഥൻ തന്നെ ആയിരിക്കുന്ന ഭഗവാൻ തന്നെ ഇതിൽ പരം ഒരു ശ്രേഷ്ഠമായ ഒരു യജ്ഞ സമ്പൂർത്തീകരണം എന്റെ ജീവിതത്തിൽ ഇതിൽ പരം എനിക്ക് എന്താണ് ഉണ്ടാവാനുള്ളത് ഗുരുനാഥ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ യജ്ഞങ്ങളൊക്കെ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, യജ്ഞവുമായി വിഷ്ണു എന്നുണ്ടെങ്കിൽ ആ വിഷ്ണുവിന് തന്നെ ഈ ദാനത്തെ കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ഗുരുനാഥനെ തിരിച്ചുപദേശിക്കുന്ന രംഗത്തെയും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ പറ്റും. തദ്വാമനം രൂപമവർദ്ധതാത്ഭുതം ഹരേ അനന്തസ്യ ഗുണത്രയാത്മകം ദുഃഖം ദിശോദ്യൗർവിപരാപയോധയ തിര്യന്ദ്രദേവാ ഋഷയോ യദാ സദാ കായേ ബലിസ്തസ്യ മഹാവിഭൂതേ സഹൃത്വികാചാര്യ സതസ്യ ഏതത് ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഭൂതേന്ദ്രിയാർത്ഥാശയജീവയുക്തം. മഹാബലി ഈ ദാനത്തെ ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് എന്തായാലും മഹാബലി തന്റെ വാക്കിൽ നിന്നും പിന്മാറില്ല എന്ന് ഉറപ്പിച്ച സമയത്ത് ഭഗവാൻ ആ സമയത്ത് തന്നെ തന്റെ വിരാൾ രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ വിരാൾ രൂപത്തിന്റെ വർണ്ണന നമുക്ക് ദ്വിതീയ സ്കന്ധത്തില് നമ്മളൊരു തവണ കണ്ടു കഴിഞ്ഞതാണ്. ഭഗവാന്റെ വിരാൾ രൂപം പാതാളം തൊട്ട് ബ്രഹ്മലോകം വരെ വ്യാപിച്ചു കിടക്കുന്ന, ഒന്നുകൊണ്ട് ഭൂമിയും മറ്റേതുകൊണ്ട് സ്വർഗവും വ്യാപിച്ചിരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കാലടികൾ വളർന്നു വലുതായി. രണ്ടാമത്തെ പാദം സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ബ്രഹ്മദേവൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഭഗവാന്റെ തൃക്കാലടി വന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ആ കാലടികളെ, ആ പാദതീർത്ഥത്തെ സ്വീകരിച്ചു. ആ കാലടികളെ കഴുകിക്കൊണ്ട് അവിടെ നിന്നും ഒഴുകിയ ജലം അത് തന്നെയാണ് ഗംഗ. അത് തന്നെയാണ് ഗംഗാതീർത്ഥമായിട്ട് ഭക്തജനങ്ങൾക്ക് ഇന്നും സ്വീകരിക്കാൻ പറ്റുന്നത്. അതെല്ലാവർക്കും പാവനത്തെ നൽകിക്കൊണ്ട് ഈ സമയത്ത് ബ്രഹ്മാവ് ഒരു അവതാരമെടുത്തു. ജാംബവാൻ എന്ന് പറയുന്ന ഒരു അവതാരം. അവൻ ഭഗവാന്റെ വിരാൾ രൂപത്തെ 7 തവണ പ്രദക്ഷിണം വെച്ചു അത്രേ. രാമാവതാര കാലഘട്ടത്തില്, വാമനാവതാര കാലത്ത് ഒരു യുവാവായിരുന്നു അത്രേ. എന്നാൽ ആ സമയത്ത് ഇപ്പോൾ എന്നെ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമുദ്രം തരണം ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ഭഗവാന്റെ വിശാലമായ, അതായത് ഭഗവാന്റെ ഈ വിരാൾ രൂപത്തെ മഹാബലി തുറന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അല്പവും പരിഭ്രമം അദ്ദേഹത്തിന് തോന്നിയില്ല അത്രേ. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ആ രാക്ഷസന്മാരൊക്കെ തന്നെ ഈ വാമനമൂർത്തിയെ വധിക്കാനായിക്കൊണ്ട് അനേന യാചമാനേന ശത്രുണ വടിരൂപിണ സർവസ്വം നോഹൃതം ഭർത്തുർന്യസ്തദണ്ഡസ്യ ബർഹിഷി. ഈ ബ്രാഹ്മണക്കുട്ടിയെ ഒരു ചെറുതായിട്ടുള്ള വാമന രൂപിണിയായിട്ട് വന്നിരിക്കുന്ന ഒരുത്തനാണ്, ഇത് മഹാചതിയനാണെന്ന് പറഞ്ഞുകൊണ്ട്, കാപട്യം നിറഞ്ഞവരാണ്, കൗശലക്കാരനാണ്, ഇവൻ ഇത്രയും വളർന്നു വലുതായിക്കൊണ്ട് നമ്മുടെ സ്വാമിയുടെ സ്വത്തും സകലതും അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നവനാണ്. അപ്പോൾ അത് അസ്ത്രങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ രാക്ഷസന്മാര് ഈ ബ്രാഹ്മണ രൂപം ധരിച്ചിരിക്കുന്ന ഭഗവാനെ വധിക്കാനായിക്കൊണ്ട് മുന്നോട്ട് വരുന്ന രംഗങ്ങള് മഹാബലി ഇത് കണ്ടിട്ട് പറഞ്ഞു, ഹേ വിപ്രചിത്തേ, ഹേ രാഹോ, ഹേ നേമേ ശ്രൂയതാം വചഃ മാ യുധ്യത നിവർത്തധ്വം നനക്കാലോ യമർത്ഥകൃത്.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കൂ, നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ഈ സമയം നമുക്ക് അനുകൂലമല്ല. മഹാബലിക്ക് ആ സമയത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അങ്ങ് നിങ്ങൾ ഓരോരുത്തരും വലിയ സുഹൃത്തുക്കളെ, നിങ്ങൾ യുദ്ധം നിർത്തൂ. വാമനമൂർത്തിയെ വധിക്കാനായിക്കൊണ്ട് പലതരത്തിലുള്ള യുദ്ധസന്നാഹങ്ങളുമായി വരുന്നവരോട് മഹാബലി ഉപദേശിക്കുന്നു, സമയം നമുക്ക് അനുകൂലമല്ല. നമക്കാലോയ വർദ്ധകൃത്, നമുക്ക് ഈ കാലം നമുക്ക് അനുകൂലമല്ല, ഈ സമയം നമുക്ക് അനുകൂലമല്ല. അനുകൂലമായ കാലം വരട്ടെ, കാത്തിരിക്കൂ. നമുക്ക് എല്ലാ കഴിവും തന്നത് ഇതേ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. നമ്മുടെ സർവസ്വം അപഹരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം ഏത് വേഷവും കെട്ടിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തോട് എന്തായാലും ഇതായി ഏറ്റുമുട്ടേണ്ടതില്ല എന്ന് മഹാബലി തന്റെ സുഹൃത്തുക്കളോട് പറയുന്നു. ഏതാൻവയം വിജയിഷ്യാമോ ഇത് ദൈവം പ്രസീദതി തസ്മാൽ കാലം പ്രതീക്ഷധ്വം യോനോർത്ഥത്വായ കൽപ്പതേ. സമയം നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോ നമുക്ക് ഇവർ ഓരോരുത്തരെയായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. മഹാബലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മഹാബലിയുടെ കൂട്ടുകാരായിരിക്കുന്ന വസുരന്മാരെ എല്ലാവരും യുദ്ധം നിർത്തി അവര് പാതാളത്തിലേക്ക് യാത്രയായി. ഭഗവാന്റെ മൂന്നാമത്തെ കാലടി വെക്കാനിതാ ഒരു ഇടമില്ലാതെ കണ്ട് ഭഗവാൻ ആ സമയത്ത് ഗരുഡനെ നോക്കി. ഗരുഡന് സംഗതി മനസ്സിലായി. ബബന്ധവാരുണൈ പാശൈ ബലിം സൗത്യേഹനികൃതവും. ഗരുഡനിതാ മഹാബലിയെ വരുണപാശത്താൽ ബന്ധിക്കുന്നതായ രംഗങ്ങള്. യദ്യുത്തമ ശ്ലോക ഭവൻ മമേരിതം വചോ വ്യലീകം സുരവര്യമന്യതേ. മഹാബലി ഭഗവാനോടായിട്ട് പറയാണ്, ഭഗവാനെ അങ്ങിത എന്നെ ഒരു കള്ളനായിട്ട് കരുതുകയാണോ? ഞാൻ എന്റെ വാക്ക് സത്യമാണെന്നിതാ വരുത്തുന്നതാണ്. കരോമൃതം തന്ന ഭവേൽ പ്രലംബനം. അങ്ങൊരു കൊച്ചു ബാലനായിക്കൊണ്ടാണ് ഭഗവാൻ എന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്. ആ വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലരൂപത്തിലുള്ളതായ ആ ഭഗവാന്റെ 3 അടി വെക്കേണ്ടതായിരുന്ന ഒരു സ്ഥലം മാത്രമേ ഞാൻ അങ്ങേക്ക് തരേണ്ടതായിട്ടുള്ളൂ. അപ്പോ ഭഗവാൻ ഒരു ചതി പ്രയോഗിച്ചു എന്ന് നമുക്ക് തോന്നും. ബലി പറയുന്നത് നോക്കൂ, പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. ഇതാ എന്റെ ശിരസ് അങ്ങയുടെ മുന്നിൽ ഇതാ കുമ്പിട്ടിരിക്കുന്നു. അങ്ങ് ആ 3ാമത്തെ അടി എന്റെ ശിരസിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കിനെ സത്യമാക്കി തീർത്താലും. ബിഭേമിനാഹം നിരയാൽ പതച്യുതോ ന പാശബന്ധാൽ വ്യസനാൽ ദുരത്യയാൽ നൈവാർത്ഥകൃച്ഛ്രാൽ ഭവതോ വിനിഗ്രഹാദ് അസാധുവാദാത് വൃഷമുദ്വിജേയഥ. അസാധുവാദാൽ വൃഷമുദ്വിജേയഥ. ബലിയായിരിക്കുന്ന ഈ ചക്രവർത്തി പലതരത്തിലുള്ള ദുഃഖങ്ങളും എന്നെ ഭയപ്പെടുത്തുന്നില്ല ഭഗവാനെ. പക്ഷേ ഇതാ ഇവനൊരു വാക്ക് തന്നിട്ട് പാലിച്ചില്ല എന്നൊരു അപകീർത്തി എനിക്കുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ എന്തൊരു ആശ്ചര്യമാണെന്ന് നോക്കൂ. ഭഗവാന്റെ കാലടി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ സമയത്തേക്ക് ഇതാ പ്രഹ്ലാദൻ അവിടത്തേക്ക് കടന്നു വരുന്നു. മഹാബലിയുടെ മുത്തശ്ശനായിരിക്കുന്ന പ്രഹ്ലാദൻ ഇതാ വരുന്നു. ബലി ആ സമയത്ത് വരുണപാശം കൊണ്ട് കെട്ടപ്പെട്ടങ്ങനെ നിൽക്കുന്നു. അപ്പൊ തന്റെ മുത്തശ്ശനായിരിക്കുന്ന പ്രഹ്ലാദനെ വന്ദിക്കാനോ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്കാനോ മഹാബലിക്ക് സാധിക്കുന്നില്ല. പ്രഹ്ലാദൻ മഹാഭക്തൻ തന്നെയാണ്. ത്വയേവ ദത്തം പദം ഐന്ദ്രമൂർജിതം ഹൃദം തദൈവാദ്യ തഥൈവ ശോഭനം. ഭഗവാനെ ഇതാ അങ്ങ് ഇവന് ഇന്ദ്രപദവി നൽകി, അങ്ങ് തന്നെ അത് തിരിച്ചെടുക്കുന്നു. എന്തായാലും നന്നായി. മന്യേ മഹാരസ്യ കൃതോ ഹ്യനുഗ്രഹോ വിഭ്രംശിതോ യശ്രയ ആത്മമോഹനാത്. ഭഗവാനെ അങ്ങ് പരമമായ അനുഗ്രഹത്തെ നൽകി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യന്മാരൊക്കെ ജീവിതത്തില് സമ്പത്ത് മുതലായത് ആ ജീവികളെ മത്ത് പിടിപ്പിക്കുന്നു എന്ന് പ്രഹ്ലാദൻ പറയുന്നു.
ഈ മായയാകുന്ന മോഹവലയത്തിൽ പെട്ടുകൊണ്ട് മനുഷ്യനിത് അഭിമാനിയായിട്ട് മാറുന്നു. സ്വന്തം അധപ്പതനത്തിന് തന്നെ അത് വഴിവെക്കുന്നു. എന്തായാലും ഇവൻ്റെ സർവസ്വവും അപഹരിച്ചത് എന്തായാലും നന്നായി എന്ന പ്രഹ്ലാദൻ്റെ അഭിപ്രായം. യയാഹി വിദ്വാനമുഹ്യതയേതസ്തത് കോപി ചഷ്ടേ ഗതിമാത്മനോ യഥ. ഐശ്വര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ മനുഷ്യന്മാരെ മത്തന്മാരായിട്ട് തീരുന്നു, അഹങ്കാരികളായിട്ട് മാറുന്നു. ആ ഏത് വിവരമുള്ളവരായാലും ഈ ധനം കൈവരുന്നതോടെ വിദ്വാൻമാരും ഈ ഭഗവാന്റെ മായയിൽ മോഹിതരായിട്ട് തീരുന്നു എന്ന് പറയുന്നു. അത് ഉന്മാദികളായിട്ട് മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർക്കതിൻ്റെ ദുരഭിമാനവും ഗർവും അത്യധികമായ അഹങ്കാരവും ഒക്കെ തന്നെ അതൊക്കെ പേര് നടക്കാനിടവരുന്നു ഇങ്ങനെയുള്ള കൂട്ടര്. തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖിലലോകസാക്ഷിണേ. ഈ ലോകത്തിന് മുഴുവൻ അഖിലലോക സാക്ഷിയായിരിക്കുന്ന ജഗദീശ്വരനായിരിക്കുന്ന ആദിപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഇത് അങ്ങേക്ക് നമസ്കാരം. വിന്ധ്യാവലിയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിനോടായിട്ട് ഭഗവാൻ പറയാണ്, ബ്രഹ്മാവിന് ഒരു സംശയം, ഭഗവാൻ ഒരു ചതിയല്ലേ കാട്ടിയത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനായിട്ട് ബ്രഹ്മാവിനോടായിട്ട് പറയുന്നു. ബ്രഹ്മൻ യമനുഗൃഹാമി തദ്വിഷോ വിധുനോമ്യഹം യന്മതപുരുഷസ്തബ്ധോ ലോകം മാം ച അപമന്യതേ. ബ്രഹ്മൻ യം അനുഗൃഹാമി തദ്വിഷോ വിധുനോമ്യഹം യന്മതഃ പുരുഷഃ സ്തബ്ധഃ ലോകം മാം ച അപമന്യതേ. ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ധനം മുഴുവൻ ഞാൻ അപഹരിക്കുന്നു. അതേപോലെ തന്നെ ഈ മതമാണ്, ഈ ഒരു അഹങ്കാരമാണ് എന്നെയും അതേപോലെ തന്നെ ഈ സമൂഹത്തെയും ലോകത്തെയും ഒക്കെ തന്നെ അപമാനിക്കുന്നതിന് ഈ ധനമാണ്, അവൻ്റെ ഈ ധനമാണ് കാരണമായി തീരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ അനുഗ്രഹിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പേ അയാളെ ധനം മുഴുവനായിട്ട് അപഹരിക്കുന്നു. ഈ ധനം എന്ന് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുക. പൈസ എന്നില്ല കേട്ടോ. ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം മനിയല്ല, ധനമാണെങ്കിൽ ധനം മനിയല്ല. മറ്റുള്ള നമ്മുടെ അനുഭവങ്ങൾ, ജീവിതത്തിൽ നമ്മൾ നേടിയതായ ഭൗതികമായ സമ്പത്തുകൾ പലതുണ്ടല്ലോ, വീട്, അനുഭവങ്ങൾ, ഇത് ഓരോന്നോരോന്നായിട്ട് ഭഗവാനിത അപഹരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഞാൻ നിന്നിൽ അതീവ സന്തുഷ്ടനാണ്, നിന്നെ ഞാൻ ബന്ധിച്ചു എന്ന് തോന്നണ്ട മഹാബലി. നിന്റെ സുചേഷ്ടിതം കൊണ്ട് നീ എന്നെയാണ് ബന്ധിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ ദാസനാണെന്നാണ് പറയുക. അപ്പം ഭഗവാൻ തന്നെ അത് ആ ഭക്തനോട് സമ്മതിക്കുകയാണ്. ഞാൻ ആരെയാണ് ബന്ധിച്ചിരിക്കുന്നതെന്ന് നോക്കൂ, ഭഗവാന്റെ മായയാണത്. ഭഗവാൻ തുടർന്ന് തന്നെ പറയാണ്, ഞാൻ നിന്റെ തലയിൽ കാൽ വെക്കുകയാണ്, നീ സുതലത്തിലേക്ക് പോകൂ. സുതലം സ്വർഗവിപ്രാർത്ഥ്യം. ഈ സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാർ പോലും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ലോകമാണത്രേ സുതലം. ആ സുതലത്തിലേക്ക് പോകൂ. അവിടെ സ്വർഗത്തിൽ ലഭിക്കുന്നതിനേക്കാളും പലതരത്തിലുള്ള സുഖഭോഗങ്ങളുണ്ട്. നീ ആ സുതല ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ട്, ഞാൻ നിന്നെ സുതലത്തിലേക്ക് വിട്ടുകൊണ്ട് നിന്നെ അവിടെ ഒറ്റയ്ക്കിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുകം സപരിച്ഛദം സദാ സന്നിഹിതം. ഞാനവിടെ പൂർണ്ണമായിട്ടും സന്നിധാനം ചെയ്തുകൊണ്ട്, നിന്നെ രക്ഷിച്ചുകൊണ്ട്, നിന്നെ കാവലാളായിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മഹാബലിയെ തൻ്റെ കാൽപാദങ്ങളെ കൊണ്ട്, ആ പാദകമലങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുന്നതായ രംഗങ്ങൾ. നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം. ഇത് കാണുമ്പോൾ ആ പ്രഹ്ലാദനുണ്ടായൊരു സന്തോഷം. ഭഗവാനെ, ഇവൻ്റെ തലയിൽ, എൻ്റെ ഈ ഉണ്ണിയുടെ തലയിൽ അങ്ങ് ആ പദമൂന്നിക്കൊണ്ട് അങ്ങിത ഇവനെ അനുഗ്രഹിക്കുകയാണ്. ബ്രഹ്മാവിന് പോലും നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീർന്ന സർവക്കിമുദാപരേതേ. ന ശ്രീ, ആ മഹാലക്ഷ്മി പോലും ഭഗവാന്റെ പാദകമലങ്ങളുടെ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതമാവാൻ കഴിഞ്ഞിട്ടില്ല. ബ്രഹ്മാവിന് പോലും ലഭിക്കാത്തതാണിത്, ഋഷീശ്വരന്മാർക്ക് പോലും ലഭിക്കാത്തതാണിത്. അങ്ങ് എൻ്റെ ഈ ഉണ്ണിക്ക്, മഹാബലിക്ക് അങ്ങ്
ആ പാതകമലങ്ങളെ കൊണ്ടുള്ള അനുഗ്രഹത്തെ തന്നെ നൽകിയല്ലോ എന്നുള്ളതായ രംഗങ്ങൾ, ഭഗവാന്റെ ഭക്ത വാത്സല്യമാണ് നമുക്ക് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ കാണാൻ സാധിക്കുക. തൻ്റെ പുണ്യം കൊണ്ട് ഭൂമിയെയും സ്വർഗത്തെയും വരുതിയിലാക്കാൻ സാധിച്ചതൊരു ധർമാത്മാവാണ് ഈ മഹാബലി. ഇതെൻ്റെ ലോകമാണ്, ഞാൻ ഇതിൻ്റെയൊക്കെ അധിപനാണ്, ഇതൊക്കെ തന്നെ ഭഗവാന് ദാനം ചെയ്യുകയാണ്. ഈ ഒരു അഭിമാന ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും. നമ്മൾ എന്ത് ദാനം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ദാനത്തിലൊക്കെ തന്നെ ഇത് എൻ്റേതാണെന്നുള്ള അഭിമാന ബോധത്തോടു കൂടിയാണ് നാം ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ ചെയ്യുന്നത്. ബലി ഇപ്രകാരം ആ തൻ്റെ വസ്തുക്കളിലുള്ളതായ അഭിമാനം, ആ ദുരഭിമാനം വിട്ടപ്പോഴാണ്, ആ ആത്മസമർപ്പണ ബോധത്തിലേക്ക് ബലി വന്നപ്പോഴാണ് ബലിക്ക് അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നതായ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ നല്ലതായി ചിന്തിക്കാനും നല്ലതായി പ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഈ വാമന ചരിത്രം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.